സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പാഠഭേദം വളരെ ഹൃദയവേദനയോടുകൂടെ ചെയ്യുന്ന ഒരു പാഠഭേദമാണ്. വളരെ പ്രാർത്ഥിച്ച് ഈ പാഠഭേദം ചെയ്യണോ വേണ്ടയോ എന്ന് 2 പ്രാവശ്യം ആലോചിച്ച് ഒക്കെ ചെയ്യുന്ന പാഠഭേദമാണ്. ഇന്ന് ശനിയാഴ്ച രാവിലെ ഈ പാഠഭേദം ചെയ്യുവാൻ പ്രധാനമായിട്ടും 3 കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രേക്ഷകർ തന്നെ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, നമ്മുടെ പ്രെയർ ലൈനിൽ കിട്ടിയ ചില കോളുകൾ, ഇതൊക്കെയാണ് ഈ പാഠഭേദം ചെയ്യുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ ഇന്ന് രാവിലെയും ഒരു കോൾ എനിക്ക് കിട്ടിയ ശേഷം ഞാൻ ഒരു പാഠഭേദം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ ഇതൊരു വിവാദ വിഷയമായതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലൊക്കെ ഇരുന്നിട്ട് മാത്രമേ ഈ പാഠഭേദം എന്തായാലും ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രെയറിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഫാസ്റ്റിംഗ് പ്രെയറിൽ എന്താണെങ്കിലും ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് എന്നോട് എന്ത് സംസാരിക്കുന്നുവെന്ന് കേൾക്കണം. അത് കേട്ട ശേഷം മാത്രമേ ഈ പാഠഭേദം ഞാൻ ചെയ്യുകയുള്ളൂ. അങ്ങനെ കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് ഒരു നിയോഗം പ്രാപിച്ചതുകൊണ്ട് ചില കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടല്ലോ, ഞാൻ എന്താണ് ഈ പാഠഭേദത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പെന്തക്കോസ്തിലെ മൂല്യച്യുതിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പെന്തക്കോസ്തിലെ മൂല്യച്യുതി എന്ന പ്രയോഗം ഇപ്പോഴൊന്നും തുടങ്ങിയ പ്രയോഗമല്ല. എനിക്ക് 18 20 വയസ്സൊക്കെ ഉള്ളപ്പോൾ അന്ന് മുതൽ തന്നെ ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് മൂല്യച്യുതി. 3ാം തലമുറയുടെ മൂല്യച്യുതി എന്നൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ പറയുന്നത്. ഇപ്പോൾ 3 കഴിഞ്ഞ് 4 തലമുറയൊക്കെ ആയപ്പോൾ തലമുറയുടെ എണ്ണം പറയാതെ മൂല്യച്യുതിയെക്കുറിച്ച് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നു. ഈ സമൂഹത്തിൽ ഒരു മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നിസ്സംശയം പറയാൻ കഴിയും. ഒരു മൂല്യച്യുതി നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ഈ യൗവനക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന, നമുക്കൊക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പ്യുവറായിട്ടുള്ള യൂത്ത് മിനിസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തി എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു. ആ വീഡിയോ ഒരു എക്സ് പെന്തക്കോസ്തുകാരനാകുന്ന ഒരു യുവാവിൻ്റെ വീഡിയോയാണ്. ആ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിൻ്റെ ചാനലിൽ നമ്മുടെ ഈ എക്സ് പെന്തക്കോസ്ത് യൗവനക്കാരൻ വന്നിട്ട് പെന്തക്കോസ്തിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള തൻ്റെ ആർഗ്യുമെൻറ്റ്സ് നിരത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ആ വാചകങ്ങൾ ഒക്കെ പറഞ്ഞപ്പോൾ, ഇത് ഏത് പെന്തക്കോസ്ത് സഭയെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഇത്ര മോശപ്പെട്ട പെന്തക്കോസ്ത് സഭ ഏതാണെന്ന് എനിക്ക് തന്നെ ഒരു സംശയം തോന്നി. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ആ യൗവനക്കാരൻ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ പെന്തക്കോസ്തിലുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ കാരണം ആ ഒരു വീഡിയോയാണ്. ആ വീഡിയോ വളരെ കൺസേൺ ഉള്ള വീഡിയോ ആണ്. കാരണം യൗവനക്കാരെ പെന്തക്കോസ്തിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് ആ വീഡിയോ എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച നൊമ്പരം ഒന്നാമത്തെ കാരണമായി അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ കാരണം, 2 ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൽ കിട്ടിയ ഒരു കോളാണ്. ഞാൻ വ്യക്തികളുടെ ഡീറ്റെയിൽസ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ആ കോൾ റെക്കോർഡിംഗ് ഉണ്ടെങ്കിലും ഞാനത് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ പറയാം. എന്നെ വിളിച്ച മാന്യ സഹോദരൻ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചൊരു പ്രെയർ റിക്വസ്റ്റാണ്. അതായത് ചർച്ചിൽ വരാൻ തയ്യാറല്ല, ആത്മീകമായി പിന്നിലേക്ക് പോയിരിക്കുന്നു. വലിയ വിഷമത്തോടു കൂടിയാണ് ഈ സഹോദരൻ എനിക്ക് കോൾ ചെയ്തത്. അദ്ദേഹം പറയുകയാണ്, പാസ്റ്റർ, ഞാൻ ഒരു സാമുദായിക സഭയിൽ നിന്ന് പെന്തക്കോസ്തിൽ വന്ന ആളാണ്. എൻ്റെ കുഞ്ഞ് ഈ വിശ്വാസത്തിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ എനിക്കത് സഹിക്കുവാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെയും അതേ ചോദ്യമുണ്ടായി. ഏതാണ് ചോദ്യം? ഏത് സഭയാണ് ഇത്ര മോശപ്പെട്ട പെന്തക്കോസ്ത് സഭ
ഏത് സഭയാണ്? ഞാൻ ആ ചോദ്യം ചോദിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ നേരത്തെ ഞാൻ കണ്ട ആ എക്സ് പെന്തക്കോസ്റ്റൽ അരുൺ ഉമ്മൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സോഷ്യൽ മീഡിയയിൽ പോപ്പുലറായിട്ടുള്ള ഒരു എക്സ് പെന്തക്കോസ്റ്റൽ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിനൊന്നും കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്. അരുൺ ഉമ്മൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇത്ര മോശപ്പെട്ട പെന്തക്കോസ്ത് സഭ ഏതാണെന്ന് എനിക്ക് സംശയം തോന്നി. ഇതുപോലെ ഈ പ്രാവശ്യവും എനിക്ക് സംശയം തോന്നി, ഏതാണ് ഇത്ര മോശപ്പെട്ട പെന്തക്കോസ്ത് സഭ? ആ കുട്ടി പെന്റിക്കോസ്റ്റൽ ചർച്ചിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള കാരണം ആ പിതാവ് പറഞ്ഞു. അതായത് ആ ചർച്ചിലെ പാസ്റ്ററുമായിട്ടുള്ള ബന്ധത്തിൽ ആ കുട്ടിക്കുണ്ടായ ചില അവന് ഇഷ്ടപ്പെടാൻ കഴിയാത്ത അനുഭവങ്ങൾ, അതായത് ആ പാസ്റ്റർ മറ്റു പാസ്റ്റേഴ്സിൻ്റെ കുറ്റം ഈ കുട്ടിയോട് പറഞ്ഞത്, പ്രത്യേകിച്ചും ആരുടെയാണോ കുറ്റം പറഞ്ഞത് ആ പാസ്റ്ററെ ഈ മോൻ ഒത്തിരി ഇഷ്ടവുമായതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു ഇത് ശരിയല്ലല്ലോ പാസ്റ്റർമാർ തമ്മിൽ കുറ്റം പറയുന്നത്. അന്ന് മുതൽ അവൻ ചർച്ചിൽ പോകാതെയായി. അപ്പോൾ ഞാൻ ഓർത്തു, ഏതാണ് ഈ പെന്റിക്കോസ്റ്റൽ സഭ? ഞാൻ ആ ചോദ്യം ചോദിച്ചു, ഏത് സഭയിലാണ് നിങ്ങൾ പോകുന്നത്? എനിക്ക് ഒരു മറുപടി കിട്ടി. വളരെ പഴക്കം ചെന്ന ഒരു പെന്റിക്കോസ്റ്റൽ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ആ ഒരു പിതാവ് പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചത് ഏതെങ്കിലും ഒരു ചെറിയ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിൻ്റെയൊക്കെ പേര് പറയുന്ന, അങ്ങനെയല്ല, ഒരു പഴയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എടുത്ത വായിൽ പറഞ്ഞു, അങ്ങനെ ഒട്ടും നല്ലതല്ലാത്ത ഒരു സഭയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചർച്ചിലങ്ങ് പോവുക, അതല്ലേ നല്ലത്. ഈ അടിയും പിടിയും വഴക്കുമുള്ള സഭയിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതിൽ നല്ലത് ഏതെങ്കിലും ഒരു ചർച്ച് കാണില്ലേ, അവിടെ അങ്ങ് പോയാൽ മതിയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ മറുപടിയായിട്ട് ഈ പ്രിയ അച്ഛൻ പറയുകയാണ്, പാസ്റ്ററെ, ഇത് ഞങ്ങൾ മാറിയ 3ാമത്തെ സഭയാണ്. ഞങ്ങളുടെ സമുദായ സഭയിൽ നിന്ന് വിട്ടുവന്ന ശേഷം 3 പെന്തക്കോസ്ത് സഭയിൽ ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഓരോ സഭയും മാറേണ്ടതായിട്ട് വന്നത്? അപ്പോൾ ഒരു ചെറിയ മറുപടി അദ്ദേഹം പറഞ്ഞു, അതായത് ഈ ചെന്ന സഭകളിലെല്ലാം അടിയും വഴക്കും കമ്മിറ്റിയും പ്രശ്നവും ഒക്കെയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച പെന്തക്കോസ്ത് അല്ല ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇനിയും പറഞ്ഞ വാചകങ്ങൾ അല്പം സങ്കടമുള്ള വാചകങ്ങളാണ് കേട്ടോ. ഞങ്ങൾ ഓർത്തുപോയി, ഇതൊക്കെയാണ് പെന്തക്കോസ്തെങ്കിൽ എന്തിനാണ് ഇതിനകത്തേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്, നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ നല്ല പെന്തക്കോസ്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്നോട് അല്പം ദേഷ്യമോ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോ ചെയ്യണോ വേണ്ടായോ എന്ന് പല ഉര ചിന്തിച്ച് ദൈവാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ പിതാവ് ഒരു 2-3 സഭകളുടെ പേര് പറഞ്ഞു. അതെല്ലാം ഈ പറഞ്ഞ മുഖ്യധാര വലിയ പെന്റിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങളുടെ പേരായിരുന്നു. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറയാം, ഈ പേര് പറഞ്ഞ സഭകളൊക്കെ വലിയ സഭകളാണ്. ഈ പറഞ്ഞ നമ്മുടെ ആ ഒരു ചെറുപ്പക്കാരൻ അരുൺ ഉമ്മൻ മുതൽ ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പെന്തക്കോസ്ത് സഭകളുടെ പേരുകളെല്ലാം കൂട്ടിയാൽ അതിനകത്ത് IPCയും വരും, ചർച്ച് ഓഫ് ഗോഡും വരും, അസംബ്ലീസ് ഓഫ് ഗോഡും വരും, TPMും വരും. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ, എങ്ങനെയാണ് ഈ പെന്റിക്കോസ്റ്റൽ പ്രസ്ഥാനങ്ങൾ എല്ലാം ചെറുപ്പക്കാരെ അവരിൽ നിന്ന് അകറ്റുവാൻ കാരണമായി തീരുന്നതെന്ന് എനിക്ക് ഒരു വലിയ ഭയം തോന്നി. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ മുൻപിലേക്ക് വെക്കുന്നത്, ഞാൻ പേര് പറഞ്ഞ പ്രസ്ഥാനങ്ങൾ അവരുടെ പേര് മാത്രമല്ല, മറ്റ് പ്രസ്ഥാനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ അവരുടെ ആളുകളെല്ലാം കൂടെ എനിക്കെതിരെ ഒരു പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് വരുവാനില്ല. വളരെ ആത്മാർത്ഥതയോട് നമ്മുടെ യൗവനക്കാർ നമ്മുടെ സഭകളിൽ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ സഭകളുടെ ഇന്നത്തെ ഈ പോക്കിൽ നിന്ന് നമ്മൾ മടങ്ങി വന്നേ മതിയാകുകയുള്ളൂ എന്ന ഒരു സന്ദേശം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ ടൈറ്റിലിൽ കണ്ടില്ലേ, ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. I2I ന്യൂസിലെ സുനിൽ എന്തിനാണ് ചർച്ച് തുടങ്ങിയത്? അദ്ദേഹം ചർച്ച് തുടങ്ങിയോ? ഈ ദിവസങ്ങളിൽ പല പ്രേക്ഷകരും എനിക്കിട്ട് തരുന്നൊരു വീഡിയോയാണ്, I2I സുനിൽ പെന്തക്കോസ്ത് സഭ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എനിക്കത് വളരെ രസകരമായി തോന്നി. സുനിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ 1-2 എണ്ണം ഞാൻ കണ്ടു. അദ്ദേഹം പെന്തക്കോസ്ത് സഭ തുടങ്ങിയോ എന്നൊരു കൗതുകത്തോടുകൂടെ ഞാൻ കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരോട് ഇതേ ചോദ്യം ചോദിക്കുകയാണ്, എന്തിനാണ് ഈ I2I സുനിൽ പെന്തക്കോസ്ത് സഭ തുടങ്ങിയത്? അപ്പോൾ എനിക്കും അറിയത്തില്ല കേട്ടോ, I2I സുനിൽ പെന്തക്കോസ്ത് സഭ തുടങ്ങിയോ, അത് തുടങ്ങിയത് പെന്തക്കോസ്ത് സഭയാണോ, അതോ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു സഭയാണോ, അതോ ഇനിയൊരു സഭ തുടങ്ങിയോ എന്ന കാര്യത്തിൽ തന്നെ എനിക്ക് വ്യക്തതയൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, I2I സുനിലിനെ ഈ കാര്യത്തിൽ എനിക്ക് കുറ്റം പറയാൻ
കഴിയില്ല. കാരണം ഈ എല്ലാ സഭകളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂല്യച്യുതിയിലൂടെ കടന്നു പോകുമ്പോൾ ആരാണെങ്കിലും ചിന്തിക്കും എനിക്കൊരു പുതിയ സഭ തുടങ്ങണമെന്ന്. കാരണം ഇങ്ങനെയൊന്നും പ്രശ്നമില്ലാത്ത ഒരു പുതിയ സഭ നമ്മളായിട്ടങ്ങ് തുടങ്ങിക്കളയാം എന്ന് ആരാണെങ്കിലും ചിന്തിക്കും. എനിക്കിതൊന്നും ഈ ITY സുനിലിൻ്റെ മനസ്സിലും വന്ന ചിന്ത അതായിരിക്കുക. കാരണം അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ ഈ ഡിനോമിനേഷൻസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തുവാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അത് താൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഈ സുനിലിന് തോന്നിക്കാണാം ഇനിയിപ്പോൾ ഒരു രക്ഷയുമില്ല, നമുക്ക് തന്നെ ഒരെണ്ണം അങ്ങ് തുടങ്ങിക്കളയാം എന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണാം. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ നൂറുകണക്കിന് ഡിനോമിനേഷൻസ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത് വചനത്തിൻ്റെ ക്വാളിറ്റി വെച്ചാണെങ്കിലും സാമൂഹികപരമാകുന്ന ഒരു ക്വാളിറ്റി വെച്ചാണെങ്കിലും ഒരു മൂല്യമില്ലാതെ നിൽക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇനി ഇതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഈ സഭകളിലൊന്നും ചേരാതെ നമ്മൾ തന്നെ ഒരു സഭ അങ്ങ് തുടങ്ങിക്കളക. അതുകൊണ്ട് ഇനി ITY സുനിലിൻ്റെ സഭയെ ഫിന്നി പാസ്റ്റർ സപ്പോർട്ട് ചെയ്തു എന്നൊന്നും ആരും പറഞ്ഞു കളയില്ലേ. അദ്ദേഹം സഭ തുടങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു സഭ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയണമെങ്കിൽ ആ സഭയുടെ ഡോക്ട്രിൻ എന്താണ്, വേദപുസ്തക പ്രകാരം ഒരു ചർച്ചിനെക്കുറിച്ചുള്ള ഒരു ബിബ്ലിക്കൽ കൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു സഭയാണോ, ഉപദേശം എന്താണോ എന്നൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പ്രഥമ ദൃഷ്ടിയ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഒരു സംഗീത സന്ധ്യ ഒക്കെ അവർ വെച്ചിരുന്നു. അതിനകത്ത് നമ്മുടെ മർക്കോസ് ചേട്ടനൊക്കെ വന്ന് പാടി. മർക്കോസ് നല്ല പാട്ടുകാരനാണ്, പക്ഷേ മർക്കോസ് എല്ലാ വേദിയിലും പാടുന്ന മർക്കോസ് പാടിയ ഒരു വേദിയായിരുന്നു ആ വേദിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഊഹിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ പെന്റിക്കോസ്റ്റൽ സഭ പോലെയുള്ളൊരു സംവിധാനമൊന്നുമല്ല ITY ന്യൂസിൻ്റെ സുനിൽ തുടങ്ങിയ സംവിധാനം. അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വന്ന് നിന്ന് പാടാനും ചേരാനും ഒക്കെ കഴിയുന്ന ഒരു സംവിധാനമാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ, പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയൊന്നും പറയുകയല്ല. എന്താണെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഈ ഒന്ന് പൂർണ്ണമായിട്ട് അതിൻ്റെ ഡോക്ടറിന് എന്താണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ വെളിപ്പെട്ടിട്ട് പോരെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാൻ. പക്ഷേ ഞാൻ ഈ ITY സുനിലിനെ പോലുള്ളവർ സഭ തുടങ്ങണമെന്ന് ആഗ്രഹം വരാനുള്ള കാരണമാണ് പറഞ്ഞത്. ഈ മൂല്യച്യുതി കാണുമ്പോൾ ആർക്കാണെങ്കിലും തോന്നിപ്പോവും നല്ല ഒരു സഭ ഉണ്ടാക്കണമെന്ന് തോന്നിപ്പോവും. അതുകൊണ്ടാണ് പെന്തക്കോസ്റ്റിൽ അല്ല എങ്കിൽ ഇത്രയും ഡിനോമിനേഷൻ ഉണ്ടാകാനുള്ള കാരണം അതാണ്. കാരണം എല്ലാവരുടെയും ചിന്ത ബാക്കി ആരും ചെയ്യാത്തതുപോലെ നല്ല ഒരെണ്ണം ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഉണ്ടാക്കി കുറേ കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ തിന്മകളും കൊടിയേറിയിട്ട് മൂല്യച്യുതി സംഭവിച്ച ഒരു കൂട്ടമായിട്ട് അതും മാറുന്ന ചിത്രമാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. പിന്നെ ആളുകൾ പറയും പെന്തക്കോസ്റ്റിൽ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ് എന്ന് പറയും. പക്ഷേ ഇത് പെന്തക്കോസ്റ്റിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ആരണ്ട് പറഞ്ഞു കേട്ടോ എപ്പിസ്കോപ്പൽ സഭകൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഏത് ചർച്ച് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ പറ്റും. എപ്പിസ്കോപ്പൽ സഭകൾ തുടങ്ങിയത് എത്ര പേർ കേരളത്തിലുണ്ട് അല്ലേ? അവരൊക്കെ സ്വയം മെത്രാന്മാരായി മാറി. അങ്ങനെ എപ്പിസ്കോപ്പൽ സഭകൾ കേരളത്തിൽ തുടങ്ങിയിട്ടില്ലേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ അന്തരിച്ചു പോയ KP യോഹന്നാൻ സാറ്. അദ്ദേഹം ഒരു സഭ തുടങ്ങി, അതിനെ എപ്പിസ്കോപ്പൽ സഭയുമാക്കി, അദ്ദേഹം ബിഷപ്പുമായില്ലേ? അപ്പോൾ പെന്തക്കോസ്ത് സഭ തന്നെയല്ല, വേണമെന്ന് വെച്ചാൽ ഒരു എപ്പിസ്കോപ്പൽ സഭ പോലും തുടങ്ങാൻ ആളുകൾക്ക് പറ്റും എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇപ്പോൾ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം കേവലം പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് സമൂഹത്തെ, ഏത് ഡിനോമിനേഷനെ സംബന്ധിച്ചും ശരിയാണ്. വേണമെങ്കിൽ കേരളത്തിൽ കുറേ എപ്പിസ്കോപ്പൽ സഭകൾ അങ്ങനെ തുടങ്ങിയതിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ പ്രശ്നം ഇവിടെയാണ്. എല്ലാവരുടെയും ചിന്ത ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഒന്നും നല്ലതല്ല, ഒരെണ്ണം പുതുതായിട്ടുണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന ഒരാവേശത്തിലാണ് ആളുകൾ എടുത്ത് ചാടി പുതിയ സമൂഹങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനിയും ഇതിൻ്റെയൊക്കെ പരിഹാരം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു കാര്യം ഈ വീഡിയോയുടെ അവസാനം അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഞാൻ പറഞ്ഞു പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ സഭാരാഷ്ട്രീയം, ഈ ആഴത്തിലുള്ള മൂല്യച്യുതി, ഇതൊക്കെ ഈ പ്രസ്ഥാനങ്ങൾക്ക് അകത്തുണ്ട്. പരിഹാരം എന്താ? നമുക്ക് ഇതിനെല്ലാം കൂടെ നന്നാക്കാൻ ശ്രമിച്ചാൽ ഇത് നന്നാകുമോ? വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് സത്യം. ഞാൻ ഈ എന്നെ വിളിച്ച അച്ചാനുണ്ടല്ലോ, അതായത് 3 സഭ ചാടിയിട്ടും നല്ലൊരു പെന്തക്കോസ്ത് സഭ കണ്ടെത്താനില്ലാതെ അവസാനം മോൻ ഇപ്പോൾ ചർച്ചിൽ കയറാതെ കറങ്ങി നടക്കുന്ന ആ അച്ചാനോട് അവസാനമായിട്ട് എൻ്റെ ഹൃദയം നൊന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനിയും ദൈവത്തിനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ.
സത്യമാണ് കേട്ടോ. എന്നോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിന് മാത്രമേ നിങ്ങളെപ്പോലെ ഉള്ളുരുകുന്ന വിശ്വാസികളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. 2 വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് ഒരിക്കൽ റേച്ചലിനോട് പറഞ്ഞു, നിനക്ക് മക്കളെ തരാൻ ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് യാക്കോബ് റേച്ചലിനോട് പറയുന്നത്. 2ാമത്തെ വാക്യം, ഈ ശമരിയ പട്ടണത്തെ അരാം വന്ന് വളഞ്ഞു കിടന്നപ്പോൾ 2 അമ്മമാർ വന്ന് അവരുടെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു തർക്കം പറഞ്ഞ സംഭവം നിങ്ങൾക്ക് ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടത് ഓർമ്മയുണ്ടാകാം, 6ാമത്തെ അധ്യായത്തിൽ. അങ്ങനെ ഈ സ്ത്രീകൾ വന്നിട്ട് രാജാവ് ഇങ്ങനെ ആ ഒരു കോട്ടയുടെ മുകളിൽ കൂടെ അകത്ത് രട്ടുടുത്ത്, അകം പറ്റ രട്ടുടുത്ത്, പുറമെ രാജവസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഉലാവുകയാണ്. അപ്പോൾ ഈ സ്ത്രീകൾ രാജാവിനെ കണ്ടപ്പോൾ താഴെ നിന്നുകൊണ്ട് വിളിച്ചപേക്ഷിച്ചു, രാജാവേ രക്ഷിക്കണം. അപ്പോൾ രാജാവ് കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ദൈവം നിങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത്? ഇതേ എനിക്ക് പറയാനുള്ളൂ. ഈ പ്രസ്ഥാനങ്ങളെ നന്നാക്കാൻ ലോകത്തിലെ ഒരു പാസ്റ്ററുടെ പ്രാർത്ഥനയ്ക്കും പറ്റുകയില്ല. ദൈവം രക്ഷിക്കാതെ ഈ സംഘടനകൾ നന്നാകത്തില്ല, ഈ പ്രസ്ഥാനങ്ങളിലെ മൂല്യച്യുതി മാറത്തില്ല എന്ന് ഞാൻ കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്കതിന് എതിരഭിപ്രായം ഉണ്ടാകാം, പാസ്റ്റർ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നില്ലയോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ എൻ്റെ ആ സങ്കടം കൊണ്ട് ഞാൻ ഈ പ്രിയ പിതാവിനോട് പറഞ്ഞു, ദൈവം നിങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യാനാ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് അതിനകത്ത് പരിഹാരമുള്ളത്? അതുകൊണ്ട് ദൈവത്തിനെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, ഈ പെന്തക്കോസ്തിലെ സഭാരാഷ്ട്രീയമൊക്കെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പെന്തക്കോസ്ത് നന്നാവുകയില്ലേ? ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. കാരണം ഒരു സഭയ്ക്കൊരു നേതൃത്വം വേണം. നേതൃത്വം വേണ്ടി വരുമ്പോൾ അതിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വിധങ്ങളുണ്ടാകണം, അതിന് ഇലക്ഷൻ ഉണ്ടാകണം. ഇലക്ഷൻ ഇല്ലാതെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റമുള്ള സഭകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഞാൻ അതിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ആളിനെ നേതൃത്വത്തിലേക്ക് കോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുത്ത് ഒരു പേരങ്ങ് നിർദ്ദേശിച്ച് തിരഞ്ഞെടുക്കുന്ന സംവിധാനങ്ങളോടൊന്നും എനിക്ക് അനുകൂലമല്ല. കാരണം ഇത് ദൈവസഭയുടെ തിരഞ്ഞെടുപ്പൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മാനുഷികമായി നിർമ്മിച്ച ഒരു സൊസൈറ്റിയുടെ തിരഞ്ഞെടുപ്പാണ്. അതിന് ഗവൺമെൻറ് റൂൾസ് ഉണ്ട്. അതനുസരിച്ച് സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഇലക്ഷൻ ഉണ്ടാകും. ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം ഉണ്ടാകും, പാനലുണ്ടാകും. പ്രധാനപ്പെട്ട പ്രശ്നം സഭയ്ക്കകത്ത് ഒത്തിരി ജഡികന്മാരുള്ളതുകൊണ്ട് ഈ ജഡികന്മാരാണ് ഈ രാഷ്ട്രീയം മുഴുവൻ സഭയ്ക്കകത്ത് ഇറക്കുന്നത്. ഈ സഭാ രാഷ്ട്രീയം മുഴുവൻ ആരാണ്? സഭയിലെ ജഡികന്മാരാണ്. 101% ഇത് സത്യമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല വേദികളിൽ സംസാരിച്ചതും ഇനിയും സംസാരിക്കാൻ പോകുന്നതും സഭയ്ക്കകത്തെ ജഡികന്മാരെ കുറിച്ചാണ്. അതായത് ആത്മീക വളർച്ചയില്ലാത്ത, ഇന്നും ജഡത്തിൽ ജീവിക്കുന്ന, രക്ഷിക്കപ്പെട്ടിട്ട് 30-40 വർഷമായിട്ട് ശിശുക്കളായി ജീവിക്കുന്ന ജഡികന്മാരാണ് സഭയ്ക്കകത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ, ഈ ജഡികന്മാരെ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? അവരാണല്ലോ ഈ ഇലക്ഷനൊക്കെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുഭാഗം ഒരു പ്രശ്നമുണ്ടാകും. ഈ ആത്മീകരായ ആളുകളെ അങ്ങ് തിരഞ്ഞെടുത്താൽ പോരെ? അതിനകത്ത് 2 വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ ആത്മീകരായ ആളുകൾ പലപ്പോഴും ഈ ജഡികന്മാരോട് ഗുസ്തി പിടിച്ച് ഇലക്ഷന് നിൽക്കാനൊന്നും പോകത്തില്ല. അവരങ്ങ് മാറി നിൽക്കും. പിന്നെ ജഡികന്മാർ തമ്മിൽ തല്ലി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരൊക്കെ ആയിട്ട് പോകുന്ന ഒരു കാഴ്ച. ഇനി അതിൻ്റെ മറുഭാഗം പറഞ്ഞാൽ, ഈ ആത്മീകരെല്ലാം കൂടെ മാറി നിന്ന് കഴിഞ്ഞാൽ ഈ ജഡികന്മാർ മാത്രം ഭരിക്കുന്ന സഭയുടെ അവസ്ഥ എന്താകും? അങ്ങനെ വരുമ്പോൾ ആത്മീകർക്കും ഈ പറഞ്ഞതുപോലെയുള്ള രാഷ്ട്രീയ ഇലക്ഷൻ പ്രക്രിയകളിലൊക്കെ പങ്കെടുത്തേ മതിയാകത്തുള്ളൂ. ആത്മീകരും അപ്പോൾ ഇലക്ഷന് നിൽക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവർ ഇലക്ഷന് നിന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെയുള്ള പാനലും പിന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെ അവർക്കും ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി ഈ ആത്മീകരെല്ലാം കൂടെ പറയാം ഞങ്ങൾ ഇതിനകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ സഭ പൂർണ്ണമായിട്ടും ജഡികന്മാരുടെ കയ്യിൽ അമർന്നു പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ഇത് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയാണ് പെന്തക്കോസ്തിലെ ആത്മീകരുടെ അവസ്ഥ. അവർക്ക് ഈ സഭാരാഷ്ട്രീയം കളിച്ച് നേതാവാകണമെന്ന് ആഗ്രഹമില്ലെങ്കിലും അവർ മുൻപോട്ട് വന്നില്ല എങ്കിൽ പൂർണ്ണമായി സഭ ജഡികന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്നുള്ള ഭയം കൊണ്ട് ചിലർ ഈ സജീവമാകുന്ന രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ആത്മീകരാകുന്ന വ്യക്തികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയവും പ്രശ്നങ്ങളും സഭയ്ക്കകത്തുനിന്ന് പുറത്തിറക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന് ഈ സമൂഹത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിനൊരു സൊല്യൂഷൻ എന്താ? ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് ഈ ജഡത്തെ ക്രൂശിക്കുന്ന വചനങ്ങൾ പ്രസംഗിക്കപ്പെടണം. കതിരെ കൊണ്ട് വളം വെച്ചിട്ട്
കാര്യമില്ല കേട്ടോ. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ മുതൽ തന്നെ ആ വ്യക്തിയെ പഠിപ്പിക്കേണ്ടത് ക്രിസ്തു അനുരൂപമായി വളരണം എന്നുള്ള ദൈവത്തിൻ്റെ വചനങ്ങളാണ്. വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകളാണ് ആലയം പണിക്ക് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർക്കാത്ത കല്ലുകൾ സഭയ്ക്കകത്ത് കൊണ്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ ആലയം പണിയുന്ന സമയത്ത് ഈ കുറവ് തീർക്കാനുള്ള കൊട്ടിൻ്റെയും മുട്ടിൻ്റെയും ഒക്കെ ശബ്ദം കേൾക്കും. ഇന്ന് പല പെന്തക്കോസ്ത് സഭയ്ക്കകത്തും ഇതാണ് കേൾക്കുന്നത്. സഭയ്ക്കകത്ത് കേൾക്കേണ്ട ശബ്ദം ഈ സെരുബ്ബാബേലിനോട് സെഖര്യാവ് പ്രവചിച്ചതുപോലെ കൃപ എന്നൊരു ശബ്ദമല്ലാതെ ആലയം പണിയുന്നിടത്ത് വേറെ ഒന്നും കേൾക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് കേൾക്കുന്ന അപശബ്ദങ്ങൾക്ക് കാരണം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർക്കാത്ത കല്ലുകളാണ് ഇന്ന് സഭ പണിയാനും പണിയിക്കാനും ഒക്കെ കൊണ്ടുവെക്കുന്ന കല്ലുകൾ. ജഡത്തെ ക്രൂശിക്കാത്തവർ, ജഡത്തെ ജയിക്കാത്തവർ, അവർ സഭയ്ക്കകത്ത് സഭയുടെ പണിയിൽ മുൻപിൽ നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ജഡത്തെ ജയിക്കത്തക്കൊണ്ടുള്ള വചനങ്ങൾ സഭയ്ക്കകത്ത് പ്രഘോഷിക്കപ്പെടണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഒരു സൊല്യൂഷൻ? ഞാൻ പറഞ്ഞല്ലോ, ആത്മികരായ ആളുകൾ ഇനി ഇലക്ഷനൊക്കെ നിന്ന് ജയിച്ച് സഭയെ നന്നാക്കാമെന്ന് ചിന്തിച്ചാൽ ജഡീകരും വിടത്തില്ല. ഇവർ തമ്മിലുള്ള മത്സരം കൂറ്റൻ തല്ലിന് സഭയ്ക്കകത്ത് കാരണമായി തീരും. ആത്മികൻ കൂടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും. അവസാനം നല്ല ദൈവദാസന്മാർ പോലും സമൂഹത്തിന് മുമ്പിൽ പഴി കേൾക്കേണ്ടതായിട്ട് വരും. ഇനി എന്താ ഒരു സൊല്യൂഷൻ? അപ്പോൾ ഒരു സൊല്യൂഷനും ഇല്ലയോ? സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് മാത്രമേ ഈ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം. രാജാവ് പറഞ്ഞു, ദൈവം നിങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയും? എലീശ എന്നൊരു പ്രവാചകൻ പറയുകയാണ്, നാളെ ഈ പട്ടണത്തിൻ്റെ വാതിക്കൽ ഇത്തരത്തിലുള്ള അത്ഭുതം വെളിപ്പെടാൻ പോകുക. എങ്ങനെ അത്ഭുതം വെളിപ്പെടുന്നത്? ആ രാജാവിൻ്റെ അകമ്പടി നായകൻ അവൻ പറഞ്ഞു, ആകാശത്തിലെ കിളിവാതിൽ തുറന്നാൽ സംഭവിക്കത്തില്ല. അസംഭവമാകട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യം ഇമ്പോസിബിളാണ്, പക്ഷേ സംഭവിക്കും. ദൈവം നമ്മുടെ സഭകൾക്ക് മുമ്പിൽ ആകാശത്തിലെ കിളിവാതിലൊന്ന് തുറന്നാൽ, ഒരു ഉണർവ് ഉണ്ടായാൽ, ഒരു റിവൈവൽ പെന്തിക്കോസ്റ്റൽ സഭകൾക്ക് അകത്തുണ്ടായാൽ, പെന്തിക്കോസ്റ്റിലെ സകല ജഡികന്മാരുടെയും കാടൻ സ്വഭാവം മാറി അവർ മുട്ടുമേൽ നിൽക്കും. അവർ അനുതാപത്തോടു കൂടെ കരയും. അവർ പരസ്പരം ക്ഷമ ചോദിക്കും. സഭ ഒന്നാകും. ഈ മൂല്യച്യുതിയെല്ലാം മാറും. ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു ഉണർവ്, ഉറങ്ങുന്ന സഭയെ ഉണർത്തുന്ന ഒരു ഉണർവ്, സഭാഭേദമില്ലാതെ, ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ, IPCയും ഷാരോനും AGയും പിന്നെ TPMും എല്ലാം ചേർന്ന ഒരു ഉണർവ് നമ്മുടെ സഭകൾക്കകത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഈ സ്ഥിതിക്ക് ഒക്കെ ഒരു മാറ്റം വരും. ഈ സ്ഥിതി നിശ്ചയമായിട്ടും മാറും. നമ്മുടെ യൗവനക്കാർ നമ്മുടെ സഭകളിൽ വരികയും നിലനിൽക്കുകയും ചെയ്യും. അതിന് ഒരു സംശയവുമില്ല. ഇനിയും അവസാനമായിട്ട് ഒരു വാൾകഷ്ണം പോലെ ഒരു കാര്യം കൂടെ പറയാം. ഈ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്നത് അന്ത്യകാല സഭയുടെ ഒരു പ്രതിനിധിയായിട്ടാണ്. വെളിപ്പാട് പുസ്തകത്തിലെ ലവോദിക്ക സഭയ്ക്ക് കൊടുക്കുന്ന ദൂതിൽ ഒരു വാചകമുണ്ട്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ആ ദൂതാണ് എനിക്ക് അവസാനമായി ഈ മൂല്യച്യുതിയുടെ പരിഹാരമായി കൈമാറാനുള്ളത്. അതായത് ആരെങ്കിലും വാതിക്കൽ മുട്ടുന്നത് കേട്ട് കതക് തുറന്നാൽ യേശു അവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കും. ഇവിടെ ഒരു ഭവനാന്തരീക്ഷമാണ് കാണുന്നത് കേട്ടോ. ഒരു വീടാണ് കാണുന്നത്. അപ്പനും അമ്മയും കുട്ടികളും ഉള്ള തീന്മേശയിൽ യേശു അവരോടുകൂടെ പന്തിയിലിരിക്കുന്ന മനോഹരമാകുന്ന ഒരു കുടുംബ അന്തരീക്ഷം. ഏറ്റവും പ്രാക്ടിക്കലി ഈ കാലഘട്ടത്തിൽ ഇനി ഒരു സഭയിലും ഞാനീ പറഞ്ഞതുപോലെ സൂപ്പർ നാച്ചുറൽ ഉണർവൊന്നും ഉണ്ടായില്ലെങ്കിലും, ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് പെന്തക്കോസ്തുകാരെയെല്ലാം കർത്താവ് ഉണർത്തിയില്ലെങ്കിലും, നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു വാൾകഷ്ണം പോലെ പറഞ്ഞു തരികയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ യേശുവുള്ള കുടുംബങ്ങളായി മാറണം. സഭയ്ക്കകത്ത് യേശു കാണത്തില്ല, പക്ഷേ ഒരു കുടുംബനാഥൻ്റെ ഉത്തരവാദിത്തമാണ് അവൻ്റെ വീട്ടിൻ്റെ അകത്ത് യേശു ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പാസ്റ്ററുടെ വീട്ടിൽ യേശുവില്ലെങ്കിലും, സഭയ്ക്കകത്ത് യേശുവില്ലെങ്കിലും, യു ഹാവ് ടു മേക്ക് ഇറ്റ് ഷുവർ നിൻ്റെ വീട്ടിൽ യേശു ഉണ്ടെന്നും നിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പന്തിക്കിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നും ഉറപ്പുവരുത്തുക. ഭവനം തന്നെ ഒരു ദൈവസാന്നിധ്യമുള്ള ഒരു ചർച്ചായി മാറണം. ഞാനീ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബം തന്നെ ദൈവസാന്നിധ്യമുള്ള ഒരു ചർച്ചായി മാറണം. ഞാൻ ഈ അടുത്ത സൺഡേയിൽ ഒരു മെസ്സേജ് പറയുന്നുണ്ട്. ആ മെസ്സേജ് ഇതുമായിട്ട് ഒത്തിരി
കണക്റ്റഡ് ആണ്. ദൈവാത്മാവ് എന്നെ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് I2I സുനിൽ പറഞ്ഞതുമായിട്ട് ഒരു വാചകത്തിൽ യോജിപ്പുണ്ട് കേട്ടോ. സുനിലിൻ്റെ ബാക്കി 99 വാചകത്തെ ഞാൻ നിഷേധിച്ചാലും സുനിൽ തൻ്റെ വീഡിയോയിൽ താൻ സഭ തുടങ്ങിയോ എന്ന ചോദ്യത്തിന് താൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ ഒരു വാചകത്തിന് ഞാൻ കൈകൊട്ടുകയാണ്, സപ്പോർട്ട് ചെയ്യുകയാണ്. സുനിൽ ആ വീഡിയോയിൽ പറഞ്ഞു, എല്ലാ ഭവനങ്ങളും ഒരു ചർച്ചായി മാറണം. അതെനിക്കിഷ്ടപ്പെട്ടു. കാരണം അതാണ് അന്ത്യകാല സഭയ്ക്ക് വേണ്ടത്. എല്ലാ ഭവനങ്ങളും ആത്മീക അന്തരീക്ഷമുള്ള, എല്ലാ ഭവനങ്ങളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, ക്രിസ്തു കേന്ദ്രീകൃതമാകുന്ന, ക്രിസ്തു തലയായിട്ടുള്ള ഒരു ആത്മീക അന്തരീക്ഷം. ചർച്ച എന്നൊന്നും നമുക്ക് വിളിക്കേണ്ട കേട്ടോ. ചർച്ചിൽ കിട്ടാത്തത് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ഉണ്ടാകണം. ഇതാണ് നമ്മുടെ തലമുറ നഷ്ടപ്പെടാതിരിക്കാനുള്ള സൊല്യൂഷൻ. നിങ്ങളുടെ കുടുംബത്തിലെ പാസ്റ്റർ കുടുംബനാഥൻ ആയിത്തീരണം. നിങ്ങളുടെ കുടുംബസഭയുടെ പാസ്റ്റർ കുടുംബനാഥൻ ആയിത്തീരണം. നിങ്ങളും നിങ്ങളുടെ കുട്ടികളും ഒന്നിച്ചാരാധിക്കുന്ന കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ സഭയായി മാറണം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചർച്ചിൽ മെമ്പർഷിപ്പ് വേണം, IPCO, ഷാരോനോ, ചർച്ച് ഓഫ് ഗോഡോ ഏതെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ചർച്ചിൻ്റെ പേര് ഹാർവസ്റ്റ് മിഷൻ എന്ന മെമ്പർഷിപ്പ് കാണും. പക്ഷേ ആ സംഘടനയിലുള്ള മെമ്പർഷിപ്പും സൺഡേ ആരാധനയും ദശാംശം കൊടുക്കലും ഒക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ വ്യക്തിപരമായി നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് യേശുവുള്ള ഒരു നോഹയുടെ പെട്ടകം പോലെ. നോഹയുടെ പെട്ടകത്തിൻ്റെ വിശേഷത എന്താ? നോഹ ചങ്ക് പൊട്ടി പ്രസംഗിച്ചിട്ടും നോഹയും ഭാര്യയും പിള്ളേരും മരുമക്കളും മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ബാക്കി ആരും പെട്ടകത്തിൻ്റെ അകത്ത് കയറിയില്ലെങ്കിലും നിങ്ങളുടെ കുടുംബം നോഹയുടെ കുടുംബം പോലെ, നിങ്ങളൊരു നോഹയായി ഈ കാലഘട്ടത്തിലെ കൃപ പ്രാപിച്ച ഒരു നോഹയായി നിലനിന്നാൽ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. പെന്തക്കോസ്തുകാരെല്ലാവരും പെന്തക്കോസ്തുകാരല്ലാതായി മാറിയാലും നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കുന്ന പെട്ടകത്തിൽ കയറിയ ഒരു പെന്തക്കോസ്ത് നോഹയുടെ കുടുംബമായി മാറും എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു ദൂത് ഈ ഒരു പാഠഭേദത്തിലൂടെ കൈമാറുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.